ഹലോ, ഇന്ന് നമുക്ക് ഡി എസ് എറേ എന്ന സിനിമയുടെ ഒരു അനാലിസിസ് നോക്കാം. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ടു മേക്ക് സെൻസ് രണ്ട് വീഡിയോസിനെ റെഫർ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ബി ആൻ അനിമൽ. രണ്ടാമത്തത്, ഹൗ യുവർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ പ്രെഡിക്ട്സ് യുവർ റിലേഷൻഷിപ്പ് ഡൈനമിക്സ്. അതാണ് രണ്ടാമത്തത്. ഇത് രണ്ടും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും. അപ്പോൾ കമ്മിങ് ടു ദ മൂവി, രാഹുൽ സദാശിവൻ എന്ന ഡയറക്ടറെ കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾക്ക് ഭൂതകാലം, ബ്രഹ്മയുഗം പോലത്തെ മുന്നേ കണ്ടിട്ടില്ലാത്ത സിനിമകൾ തന്നിട്ടുള്ള ഒരാളാണ്. ഭയം എന്ന ഒരു കാര്യത്തെ, പ്രത്യേകിച്ചും സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഭയം, പ്രേതം എന്ന് പറയുന്ന ഒരു സാധനത്തിനെ, ഒരു കൺസെപ്റ്റിനെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത വേറൊരു ഡയറക്ടറില്ല നമ്മൾക്ക് പരിചയമുള്ള പ്രേത സിനിമകളൊക്കെ പ്രേതത്തെ കാണിച്ചിട്ടുള്ള സിനിമകളാണ്. അതിനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ കുറേ കൂടി നമുക്ക് പേടിയാവണം എന്നുണ്ടെങ്കിൽ കുറേ അധികം എലമെൻറ്റ്സ് വേണം. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു സൗണ്ട്, ഒരു വിഷ്വൽ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വേണം. അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ ദ ആബ്സെൻസ് ഓഫ് സംതിങ് മേക്സ് ദ പ്രസൻസ് വെരി ഈറി എന്ന് പറയുന്നത്. അതായത് അവിടെ ഇല്ലയെന്ന് തോന്നുന്നതാണ് അവിടെ ഉണ്ടോ എന്നുള്ളതിൻ്റെ റൂട്ട്. അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരു ഡയറക്ടറാണല്ലോ അദ്ദേഹം. അപ്പോൾ ഡി എസ് എറേ എന്ന് പറയുന്ന മൂവി കാണാൻ പോയത് രാഹുൽ സദാശിവൻ എന്ന ഡയറക്ടറുടെ ബ്രില്യൻസിൽ വിശ്വാസമുള്ളതുകൊണ്ട് തന്നെയാണ്. അത് ഈ സിനിമയിലും ഉണ്ട്. അത് സിനിമ ഇറങ്ങിയിട്ട് കുറച്ചായി, ധാരാളം റിവ്യൂ ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സിനിമ എന്താണെന്നുള്ളതിനെക്കുറിച്ച് പറയുന്നില്ല. എന്താണ് ആ സിനിമയിലെ ക്യാരക്ടേഴ്സിൻ്റെ ബിഹേവിയർ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഒന്നാമത്തത് പ്രേതം എന്ന കൺസെപ്റ്റാണ്. മനുഷ്യർ മൃഗമാണ് എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം മൃഗത്തിന് സർവൈവൽ ഭയങ്കര മാറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ്. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്നത് മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്ന മൃഗമാണെന്നുള്ളതാണ്. അപ്പോൾ ഈ സർവൈവലിൽ ആൻസൈറ്റി ഉണ്ട്, സർവൈവലിനെ കുറിച്ച് ആൻസൈറ്റി ഉണ്ട്. രക്ഷപ്പെടൂലേ, വേട്ടയാടാനും വേട്ടയാടപ്പെടാനും ഉള്ളൊരു മൃഗമാണ് മനുഷ്യൻ. അപ്പം അതുകൊണ്ട് വേട്ടയാടപ്പെടുമോ എന്നുള്ള മനുഷ്യൻ്റെ പേടി, ആ പേടിയെ നമ്മളുടെ ബുദ്ധി കൊണ്ട്, നമുക്ക് കോഗ്നിറ്റീവ് ഇൻ്റലിജൻസ് ഉള്ളതുകൊണ്ട് വാക്കുകളാലെ, കഥകളാലെ ഒരു കൺസെപ്റ്റായി നമ്മൾ കൊണ്ടുവന്നതാണ് ദൈവം. എന്നുവെച്ചാൽ രക്ഷിക്കണേ പടച്ചോനെ, തെറ്റിപ്പോവല്ലേ, വേട്ടയാടപ്പെടല്ലേ എന്നുള്ള ആ ഒരു നിലവിളിയാണ്, ആ ഒരു എക്സിസ്റ്റൻസിനും സർവൈവലിനും വേണ്ടിയിട്ടുള്ള വളരെ ദീനമായിട്ടുള്ള നിലവിളിയാണ് സത്യത്തിൽ ദൈവം എന്ന കൺസെപ്റ്റിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നത്. ഇതേപോലെ തന്നെ വേട്ടയാടുന്നവൻ ഉണ്ട് എന്ന ബോധ്യമാണ് ചെകുത്താൻ എന്ന് പറയുന്ന കാര്യം, സാത്താൻ എന്ന കാര്യം. അതിനപ്പുറത്ത് വേട്ടയാടുന്ന ഒരാളുണ്ട് എന്നുള്ള ബോധ്യം. അതാണല്ലോ നമുക്ക് ചെകുത്താൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനി ഇപ്പം അപ്പോളോ ലയൻസിൽ മിസ്റ്റർ ടി ഇന്യൂമറബിൾ ആയിട്ടുള്ള സിംഹങ്ങളെ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ മിസ്റ്റർ ടിക്ക് ഇല്ലാത്തതും മനുഷ്യനുള്ളതുമായ ഒരു കാര്യമാണ് മനസാക്ഷി കുത്ത്. നമ്മൾ ചെയ്തു പോയ തെറ്റുകളാണെന്ന് നമുക്ക് മോറലി തോന്നുന്ന കാര്യങ്ങൾ എവിടെയോ നമുക്ക് ന്യായീകരിക്കാൻ പറ്റാതെ ഉള്ളിൽ കിടന്ന് കുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസാക്ഷി കുത്തിൽ നിന്നാണ് പ്രേതം എന്ന കൺസെപ്റ്റ് വരുന്നത്. അതായത് ആ ചെയ്ത് ശരിയായില്ലല്ലോ, അതിനി എങ്ങാനും എൻ്റെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്ന രീതിയിൽ തിരിച്ചു വരുമോ എന്നുള്ളതാണ്. ആ ഒരു പേടീനെ നമ്മൾക്ക് ദൈവത്തോടോ പിശാചിനോടോ അസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പുതിയൊരു എൻറ്റിറ്റീനെ പേര് കൊടുത്തത്, നോട്ട് എൻ എൻറ്റിറ്റി, ബട്ട് അങ്ങനെ ഒരു പേര് കൊടുത്തത് പ്രേതം എന്നുള്ളത്. അതായത് വേട്ടയാടാനും വേട്ടയാടപ്പെടാനും ഉള്ളൊരു ബുദ്ധിയുള്ള മൃഗത്തിൻ്റെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു മാനസികാവസ്ഥയാണ് പ്രേതം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകാനുള്ള കാരണം എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പ്രേതം എന്ന് പറയുന്ന സാധനം എല്ലാ ജീവികൾക്കും പ്രേതമില്ല, അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും പ്രേതങ്ങളില്ല. നിങ്ങൾ പ്രേത സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് പ്രേതം ഉണ്ടാകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാനും നിങ്ങളും തല്ലിക്കൊന്നിട്ടുള്ള കൊതുകുകളുടെ എണ്ണം, ഈ തച്ചു വന്ന കൊതുകുകളെല്ലാം കൂടി പ്രേതമായിട്ട് വന്നാൽ നമുക്ക് കൊതുകുത്തി മരിക്കാനല്ലേ സമയം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഒരു ജീവനെ കൊല്ലാനുള്ള കാരണത്തിൻ്റെ മോറൽ ജഡ്ജ്മെൻ്റാണ് ഈ പ്രേതം എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ബേസ്. എന്ന് വെച്ചാൽ മനസാക്ഷി കുത്ത് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു എലമെൻ്റ് അതിൽ വേണം, എന്തെങ്കിലും ഒരു അനീതി അല്ലെങ്കിൽ ഒരു അക്രമം. അതുമല്ലെങ്കിൽ രണ്ട് തരം പ്രേതങ്ങളാണ്. ഒന്ന്, ഉപദ്രവിക്കപ്പെട്ടവൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള പ്രേതവും, രണ്ട്, ഉപദ്രവിച്ചവൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള പ്രേതവും. ഒന്നുകിൽ പക തീർക്കാൻ വരുന്ന പ്രേതം, അല്ലെങ്കിൽ നീതി ചോദിച്ച് വരുന്ന പ്രേതം. ഈ രണ്ട് തരത്തിലാണല്ലോ നമ്മൾ പ്രേതങ്ങളെ കണ്ടിട്ടുള്ളത്. നല്ല ആൾക്കാർ മരിച്ചു. ഐൻസ്റ്റൈന് പ്രേതം ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ വുഡ് റിയലി ലൈക്ക് ടു മീറ്റ് ഹിം. ഓർ കാൾ സേഗന്, അല്ലെങ്കിൽ ഓപ്പൺഹൈമർക്ക്, ഗാന്ധിക്ക് ഒക്കെ പ്രേതങ്ങളുണ്ടെങ്കിൽ ഐ വുഡ് ഡെഫിനറ്റ്ലി വാണ്ട് ടു ടോക്ക് ടു ദം. ലൈക്ക് എന്തായിരുന്നു, ലൈക്ക് ഹൗ വാസ് എക്സ്പീരിയൻസ് എന്നുള്ളത്. പക്ഷെ ഓർക്കൊന്നും പ്രേതമുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഈ പറയുന്ന രണ്ട് കാറ്റഗറി മാത്രമേ നമ്മൾ പ്രേതമായിട്ട് കണ്ടിട്ടുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഒരു മോറൽ ത്രെഡ്, അതായത് ഞാനൊരു കാര്യം ചെയ്തു പോയല്ലോ എന്നുള്ളതാണ് ഈ സിനിമയിലെ പ്രേതത്തിൻ്റെ ബേസ്. രണ്ടുമുണ്ട്. അതായത് ഈ ഉപദ്രവിക്കാൻ നടക്കുന്ന ഒരു പ്രേതമുണ്ട്, ഉപദ്രവിക്കപ്പെട്ട ഒരു പ്രേതമുണ്ട്. അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റും അതിൽ ഉണ്ട്. ഇനി ഇതിൽ ഓപ്പണിംഗ് ഷോട്ടിൽ പ്രണവ് മോഹൻലാലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീനുണ്ട്. ഹൂ ഈസ് ഹീ എന്ന് കാണിക്കുന്ന ഒരു സീൻ. എവിടെയോ ഒരു റിവ്യൂവിൽ ഹീസ് സ്പോയിൽഡ് ബ്രാറ്റ് എന്ന് പറഞ്ഞത് വായിച്ചിട്ടുണ്ട്. അതായത് പ്രണവ് മോഹൻലാൽ പൈസ ഉണ്ട് എന്തും ചെയ്യാം എന്നുള്ള ഒരു തോന്നിവാസിയായ ആളാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ സിനിമ തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ വേട്ടയാടപ്പെടാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അമ്മയെ വിളിക്കുന്ന ഒരു സീനുണ്ട്. അതൊരു ഹീസ് ഓൺ ദ റൺ, ജീവന് വേണ്ടി ഓടുകയാണ്. അപ്പോൾ കാറിലിരുന്ന് അമ്മയെ വിളിക്കുന്ന ഒരു സീൻ. എന്തിനാണ് അങ്ങനെ ഒരു സീൻ ഈ ഒരു നാരേറ്റീവിൽ നിന്ന് ആലോചിക്കുമ്പോഴാണ് അപ്പോഴാണ് ദാറ്റ് ബ്രോഡ് എ സ്മൈൽ ടു ദ ഫേസ്. അതെന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആ കഥാപാത്രം അമ്മയെ വിളിക്കുമ്പോൾ അമ്മയും മകനും തമ്മിലുള്ള സംസാരം, അതിന് മുമ്പ് അച്ഛനും മകനും തമ്മിലുള്ള സംസാരം നമ്മൾ കേട്ടതാണ്. ഹീസ് ആൻ അതോറിറ്റേറിയൻ പാരൻറ്റ്. അത് വളരെ ക്ലിയറാണ്. കാരണം ഹീ ഡസൻ വാണ്ട് ടു നോ ഹൗ യു ഡൂയിങ്. ലൈക്ക് നീ എന്ത് ചെയ്താലും മെസ്സപ്പ് ആവും, നീ അത് പെട്ടെന്ന് ചെയ്തിട്ട് ഇങ്ങോട്ട് വരണം. അതാണ് മൂപ്പരുടെ ഒരു തോട്ട് പ്രോസസ്സ്. അമ്മ എന്ന് പറയുന്നത് നിന്റെ സൗണ്ട് എന്താ വല്ലാതിരിക്കുന്നത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അവർ ചോദിച്ചിട്ടില്ല. അവർ ലൈക്ക് അമ്മ പുറത്താണോ, അല്ല തിരക്കൊന്നുമില്ല പറഞ്ഞോ. അത് വളരെ ഇമോഷണലി ബാരൻ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ അയാൾക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എന്ന് പറയാൻ പറ്റുന്നില്ല അമ്മയോട്. ആ ഡൈനാമിക്സ് അവിടെ ഇല്ല. ഈദർ ഹി ഡസൻ ഫീൽ സേഫ് ഇനഫ് ഓർ ഹി കാൺട്ട് ഓപ്പൺ അപ്പ്. ആൻഡ് ഐ തിങ്ക് ആ സിനിമയിലെ മുഴുവൻ ഡൈനാമിക്സും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആ ക്യാരക്ടറിന് വൾണറബിൾ ആവാൻ അറിയില്ല, ആ ക്യാരക്ടറിന് ഇമോഷണലി അവൈലബിൾ ആവാൻ അറിയില്ല. ആ ക്യാരക്ടറിന് ഉള്ളിലെ വാക്വം ആ ക്യാരക്ടർ ഫില്ല് ചെയ്യുന്നത്, ഉള്ളിലെ പോരായ്മകൾ ഫില്ല് ചെയ്യുന്നത് ഇങ്ങനെ റാൻഡം ആയിട്ടുള്ള പ്ലഷർ കൊണ്ടാണ്. അതിപ്പോൾ ആൾക്കാരായിക്കോട്ടെ, സബ്സ്റ്റൻസ് ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ. വളരെ ഡിസ്റ്റർബിംഗ് ആയൊരു സീൻ കാണുമ്പോൾ മ്യൂസിക്കിൻ്റെ വോള്യൂം എന്നെ കൂട്ടി വയ്ക്കുന്ന ഒരു ഷോട്ടുണ്ട്. ഹീ ജസ്റ്റ് വാണ്ട് ടു ഓവർകം ദ സൗണ്ട് വിത്ത് സംതിങ് എൽസ്. ആ പ്രോസസ്സിൽ അദ്ദേഹത്തിന് റിമോഴ്സ് ഒന്നുമില്ല. അതായത് എനിക്ക് അത് അവർ കല്യാണം വേണമെന്ന് പറഞ്ഞ് സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഐ ഫെൽറ്റ് സംതിങ് ഈസ് റോങ് ആൻഡ് ഐ ഗോസ്റ്റഡ് ഹെർ എന്നാണ് പറയുന്നത്. ഞാനും പിന്നെ കുറേ കാലത്തേക്ക് അവരെ വിളിച്ചില്ല എന്നാണ് പറയുന്നത്. ആ പെൺകുട്ടിയുടെ ക്യാരക്ടറിനെ പറ്റിയിട്ട് നമുക്ക് ധാരാളം ഒന്നും അറിയില്ല. അറിയുന്നത് വെച്ചിട്ട് വളരെ ചെറിയ ലോകത്ത് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്, ഡാൻസ് ക്ലാസ്സിനൊക്കെ പോവുകയും വരികയും ചെയ്യുന്ന വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു പാവം ആയിട്ടുള്ള ഒരു ഒതുങ്ങിയ മനുഷ്യനാണ്. കൂടുതൽ നമുക്ക് ആ ക്യാരക്ടറിനെ പറ്റി അറിയില്ല. ആ ഒരു ഡൈനാമിക്സിൽ ഒരാൾ, ഈ പ്രണവ് മോഹൻലാലിൻ്റെ ക്യാരക്ടർ ആ പെൺകുട്ടിയെ ഗോസ്റ്റ് ചെയ്യുമ്പോൾ ഈ കുട്ടിക്ക് തോന്നുന്ന വൈകാരിക സമ്മർദ്ദം, അതും ആ കുട്ടിയുടെ അച്ഛനും അമ്മയുടെ അടുത്ത് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. അവർക്കുമുണ്ട് ആ ഒരു സെൻസ് ഓഫ് വി ഡിഡ് സംതിങ് റോങ് എന്നൊരു കാര്യം. നമ്മളൊരു അഡൾട്ട് ആവുമ്പോൾ, നമ്മളൊരു ഇപ്പോഴത്തെ കാലത്തെ ലോകത്ത് ജീവിക്കുമ്പോൾ, നമ്മളൊരു റിലേഷൻഷിപ്പിലാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവരുദ്ദേശിച്ചിട്ടാണെങ്കിലും ഉദ്ദേശിച്ചിട്ടല്ലെങ്കിലും നമുക്ക് വേദനിക്കാതിരിക്കാൻ നമ്മൾ നോക്കണം എന്നുള്ളതാണ്. അതിന് ദേ ആർ നോട്ട് എസെൻഷ്യലി ബാഡ്, ദേ ഹാവ് ദെയർ ഓൺ ട്രേറ്റ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് ഈ ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്നോ പ്രണവ് മോഹൻലാലിൻ്റെ ക്യാരക്ടറിനെ ഒഴിവാക്കുന്നില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും. പക്ഷേ അതാണ് ഇതിൻ്റെ ശരി. നമുക്ക് അയാളെ ക്രൂശിക്കാൻ പറ്റില്ല ആസ് ഫാർ ആസ് ദ മൂവി സേസ്. കാരണം അതിൽ കൂടുതലും ആ സിനിമയെ കാണിച്ചിട്ടില്ല, അതിൽ കുറവും ആ സിനിമയെ കാണിച്ചിട്ടില്ല. ഉദ്ദേശിച്ച് ചെയ്തതാണ് എന്ന് പറയാനുള്ള ഒന്നും ആ സിനിമയിലില്ല. പിന്നെ വരുന്ന പ്രേതം ഷൈൻ ടോം ചാക്കോയുടെ പ്രേതമാണ്. അതൊരു വളരെ സെൽഫിഷായ, സെൽഫ് സെൻറ്റേർഡായ പ്രേതമാണ്. ആ മനുഷ്യൻ ജീവിച്ച കാലത്ത് അപ്പുറത്തുള്ള മനുഷ്യൻ്റെ അടുത്ത് പോയി പറയാൻ ആ മനുഷ്യന് പറ്റിയിട്ടില്ല. അതാരും തടഞ്ഞിട്ടല്ല. ഹീ ഫെൽ സോ ഇനാഡിക്വേറ്റ് ടു ഡു ദാറ്റ്. അതെങ്ങനെയാണ്, ഞാൻ അങ്ങനെ പറയാനുള്ള ആളുണ്ടോ, എനിക്കത് പറയാൻ കൊള്ളാമോ, സെൽഫ് ബിലീഫ് ഇല്ലാത്ത അല്ലെങ്കിൽ സെൽഫ് വർത്ത് ഉണ്ട് എന്ന് വിശ്വസിക്കാത്ത, അല്ലെങ്കിൽ പല കാര്യങ്ങളും കൊണ്ട്, അതായത് നമ്മളൊന്നും ചേരില്ല അല്ലെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുക, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ജീവിതകാലത്ത് ഒരിക്കലും പറഞ്ഞിട്ടില്ല ആ പെൺകുട്ടിയോട്. എന്നാൽ അതിനെ കൺട്രോൾ ചെയ്യുകയും വേണം. അതാണ് അതിൻ്റെ ഡയറക്റ്റീവ്.
പ്രേതത്തിൻ്റെ പ്രസൻസ് ആണല്ലോ സിനിമയുടെ ക്രക്സ് അല്ലെങ്കിൽ കോർ എന്ന് പറയുന്നത്. ഇപ്പോൾ തുണി അയയിൽ നിന്ന് മടക്കിയെടുക്കുമ്പോൾ പറമ്പിൻ്റെ ഒരു കോർണറിലേക്ക് നോക്കി നിൽക്കുന്ന, അവിടെ കാറ്റടിക്കുന്നത് നോക്കി നിൽക്കുന്ന ഒരാളുടെ പേടിയാണ്, ആ മൂപ്പരുടെ കണ്ണിലെ പേടിയാണ് നമ്മൾക്ക് പ്രേതത്തിൻ്റെ സാന്നിധ്യം ബോധ്യപ്പെടുത്തി തരുന്നത്. അതായത് നമ്മുടെയും കൂടി പേടിയാണ്. അതേപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്ന ഒരു ലോങ് ഷോട്ട്. അത് ഒരു വീടിൻ്റെ ത്രൂ ഔട്ട് ഫ്രണ്ടിലെ ഡോറ് തൊട്ട് ബാക്കിൽ ഡോർ വരെ കാണുന്ന രീതിയിൽ വി ആർ നോട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ബട്ട് വി ആർ എക്സ്പെക്ടിങ് സംതിങ് എന്ന രീതിയിൽ ക്യാമറ വെച്ചിരിക്കുന്ന ഒരു ഷോട്ട്. അവിടെ ഇരുന്ന് ആ മനുഷ്യൻ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ചങ്കിടിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അതാണ് ദാറ്റ് ഈസ് ഹൗ ആ ഒരു പ്രൈമൽ ഫിയർ ഉണ്ടല്ലോ, അതായത് നമ്മളുടെ ഒരു ഉള്ളതിനെ പേടിക്കുന്ന പോലെയല്ല ഇല്ലാത്തതിനെ പേടിക്കുന്നത്. ഇപ്പോൾ ഒരു കിടക്കയിൽ ഒരു മണ്ണാച്ചൻ, ഒരു ഒരു സ്പൈഡർ ഉണ്ട് എന്ന് വിചാരിക്കാം. ആ സ്പൈഡർ അവിടെ ഉള്ളപ്പോൾ നമുക്കുള്ള പേടിയല്ല, അതിനെ കാണാത്തപ്പോഴത്തെ പേടി. അതെവിടെ പോയി എന്നുള്ളതാണ് നമ്മുടെ പേടി. പേടിയെ ട്രിഗർ ചെയ്യാൻ ഹൊറർ സിനിമകൾ ഇത്രയും ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നത് മലയാളത്തിൽ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമ നല്ല സിനിമയാവുന്നത്. പേടിക്കുക എന്ന് പറയുന്നത് രസമുള്ള കാര്യമാണ്. ഈ പ്രേതം എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലാ കാലത്തും നിലനിൽക്കുക തന്നെ ചെയ്യും. കാരണം മനുഷ്യന് മനസാക്ഷി കുത്തുള്ളിടത്തോളം കാലം പ്രേതം എന്തായാലും ഉണ്ടാവും. പക്ഷേ ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ആ സിനിമയിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഈ പൂജ എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ടവർക്കാണ് അത് ചെയ്യാൻ പറ്റുക എന്നുള്ള സാധനം, അതൊക്കെ പിന്നെ മരിച്ചു പോയാലും കുറച്ചിവിടെ നിൽക്കും, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സൊസൈറ്റിയിൽ. അത്തരം വിശ്വാസങ്ങൾ ഉണ്ട്. നമ്മൾ നരബലിയൊക്കെ നടക്കുന്നൊരു നാടാണ്. അപ്പോൾ ഈ പ്രേതം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഈ പറയുന്ന അന്ധവിശ്വാസങ്ങൾ എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അതായത് ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ, മനുഷ്യർക്ക് നഷ്ടം വരുന്ന, മനുഷ്യർ കൊല്ലപ്പെടുന്ന, മീൻസ് ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണത്. ആവശ്യമില്ലാണ്ട് പൈസ കൊണ്ട് കൊടുത്ത് പൂജയൊക്കെ ചെയ്ത് ആളുകൾ ബെറ്റർ ആവുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അതിൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഒരു സൈക്കോളജിക്കൽ പ്ലസീബോ എഫക്റ്റ് ഉണ്ട്. അതായത് ഞാൻ സംരക്ഷിക്കപ്പെടുന്നുണ്ട്, നമ്മൾ തെറാപ്പി എടുക്കുമ്പോൾ ഐ എം ഗെറ്റിംഗ് ഹെൽപ്പ് എന്നുള്ള ബോധ്യമാണ് ഒരു തെറാപ്പി എടുക്കുന്ന ഒരാളുടെ ബലം. അതേപോലെയാണ് ഈ പൂജയ്ക്ക് ചെന്നിരിക്കുന്ന മനുഷ്യനും. അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, അവരുടെ കൂടെ നിൽക്കുന്നവർക്കും അറിയില്ല. എനിക്ക് സഹായം കിട്ടുന്നുണ്ട്, ഞാൻ ശരിയാവും എന്നുള്ള സൈക്കോളജിക്കൽ ബയാസ് വർക്ക് ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ആളുകൾ ബെറ്റർ ആവും. പക്ഷേ അതിനർത്ഥം അവർക്കുള്ള അണ്ടർലൈങ് ആയ സൈക്കോളജിക്കൽ കണ്ടീഷൻ മാറി എന്നല്ല. ദാറ്റ് വിൽ റീസർഫേഴ്സ് ഇൻ സം അതർ വേ. അതുകൊണ്ട് അത്തരം വിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ ഒരു സമൂഹത്തിന് നല്ലതല്ല എന്നുള്ളതാണ്. കാരണം അത് ഓൺ എ ലോങ് റൺ നമ്മൾ സാങ്കേതികത കൊണ്ടും ശാസ്ത്രീയത കൊണ്ടും നേടിയെടുത്തിട്ടുള്ള കുറേ അധികം പുരോഗമനങ്ങളെ പുറകോട്ട് വലിക്കും എന്നുള്ളതാണ് ആ സിനിമയിൽ കണ്ട ഒരു കൺസെപ്ച്വലി എഗ്രി ചെയ്യാത്തൊരു ഭാഗം. അപ്പോൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നതിൽ എന്തെങ്കിലും സെൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഐ വുഡ് റിയലി ലവ് ടു ഹിയർ ലൈക്ക് വാട്ട് യു തിങ്ക് അബൌട്ട് ദ മൂവി.